ഹലോ എവരിവൺ. വലിയൊരു സന്തോഷ വാർത്തയാണ്. അതായത് കുറേ പേര് കമൻ്റ് ഇട്ട് ചോദിക്കലുണ്ട്, ബ്രോ സാജിദയുടെ അക്കൗണ്ട് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുമോ? അപ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു. സാജിദയുടെ അക്കൗണ്ട് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. എന്തുകൊണ്ട് ഇല്ലാതാക്കുന്നു? ചിലർ ചോദിക്കുന്നു, മോനെ ഒരു അക്കൗണ്ടൊക്കെ ഇല്ലാതാക്കണോ, അവൾക്ക് ആരും ഇല്ലല്ലോ. അങ്ങനെയാണ് കുറേ പേര് സഹതാപത്തിൽ കമൻ്റ് ഇടുന്നത്. എന്തിനാണ്, എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. എൻ്റെ പൊന്നുമക്കളെ, അങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം പറയുകയാണ്. സാജിദ നിലവിൽ നടക്കുന്നത് 20 വയസ്സുള്ള പയ്യന്മാരുടെ കൂടെയാണ്. അതായത് പറയുകയാണ്, ഇതെൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റിയാണ്, ഞാൻ ഇവനെയാണ് ഇനി കല്യാണം കഴിക്കുന്നത് എന്ന്. നോക്കൂ, 19ഉം 20ഉം വയസ്സുള്ള പയ്യന്മാരെ സാജിദ ഇതിൽ കിട്ടുന്ന പൈസ കൊണ്ട്, യൂട്യൂബിൽ കിട്ടുന്ന പൈസ കൊണ്ട് 19ഉം 20ഉം വയസ്സുള്ള പയ്യന്മാരുടെ ജീവിതമാണ് ഇവൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാ ഒരു അക്കൗണ്ട് വെക്കണം? അതിലെന്തെങ്കിലും നല്ല മെസ്സേജ് വരുന്നോ? ഇല്ല, തെറി മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി സാജിദയുടെ അക്കൗണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഓക്കെ, നമുക്ക് സാജിദയുടെ നാട്ടുകാരനായ ഷെരീഫ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഷെരീഫ് പറയുന്നത്, സാജിദയുടെ മുൻ ഭർത്താവ് മരിക്കാനുള്ള കാരണം എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം സാജിദയുടെ അക്കൗണ്ട് ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് പൂട്ടണം. അത് എങ്ങനെയാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഷെരീഫ് പറയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇത് നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20-22 വയസ്സായ ചെക്കന്മാരെ വഴി പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കൾ, അതായത് ഒരു മോന്റെ പ്രായമുള്ള ചെക്കന്മാരെ ജീവിതം വെച്ചിട്ടാണ് ഇവളിപ്പോ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ കാണുന്നില്ലേ എന്തൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ചാടലും എത്രയുള്ള ആ ചെക്കൻ. ഇവളുടെ മോന്റെ പ്രായ ആകേണ്ട ചെക്കന്മാരെയാണ് ഇപ്പോ പുതിയ ലവർ ആയിട്ടും ബെസ്റ്റ് ആയിട്ടും ഇനി കെട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നത്. നോക്കൂ, ഇതാരാണ് നടത്തിക്കുന്നത്? നമ്മൾ തന്നെയാണ്. കാരണം ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. ആ പൈസ പിന്നെ എങ്ങനെ ചിലവാക്കാനാണ്? കണ്ടവൻ്റെ കൂടെ പോവുകയാണ്. മുമ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത് 30-40 വയസ്സായ പുരുഷൻ്റെ കൂടെയാണെങ്കിൽ നിലവിൽ കോളേജ് സ്റ്റുഡൻസിനെയാണ് സാധ്യത പിടിക്കുന്നത്. പൈസ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിന് ആ അക്കൗണ്ട് വെക്കണം? ഓക്കെ, ഷെരീഫ് പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾക്ക് പിന്നെ എന്ത് സമൂഹത്തിന് എന്ത് നന്മയാണ് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? യൂട്യൂബ് തുറക്കാൻ പറ്റില്ല, അത്രയും അസഭ്യ വാക്കും ചെറിയ ചെറിയ കുഞ്ഞു മക്കളടക്കം കാണുന്നതല്ലേ. പലരും എന്നോട് വിളിച്ചിട്ട് പറയടാ, ഞങ്ങളിത് പണ്ട് അവളുടെ സഹതാപം കൊണ്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതാ, ഇപ്പൊ ഇത് അൺസബ്സ്ക്രൈബ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല, ഇതൊന്ന് പറഞ്ഞുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിലേറെ ബെറ്റർ നിങ്ങൾ ഇത് ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ ഇത് റിപ്പോർട്ട് അടിക്കുക, മാക്സിമം റിപ്പോർട്ട് അടിക്കുക. കറക്റ്റാണ് ഷെരീഫ് പറഞ്ഞത്. അതായത് ഈ ഒരു അക്കൗണ്ടിന് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതായത് സാധാ റിപ്പോർട്ടല്ല, അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഷെരീഫ് തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിയറായി കണ്ടുകൊണ്ട് അവൻ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ മക്കളെ, മിനിമം ഒരു 10,000 ആൾക്കാർ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ആ അക്കൗണ്ട് ഇല്ലാതാകും. ഓക്കെ, അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഷെരീഫ് ക്ലിയറായി പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, അറിയാഞ്ഞിട്ടാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നിർബന്ധമായിട്ട് കാണിക്കേണ്ട ഒരു എന്താ പറയുക സിറ്റുവേഷൻ അത്രയും ആയിട്ടുണ്ട്. അത് എൻ്റെ ഒരു വിഷയത്തിൽ മാത്രമല്ല, എന്താ പറയാ, ഇതൊരു പൊതുശല്യമായി മാറിയത് കൊണ്ട് ഞാനിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ആദ്യം ഒന്നത് കാണി, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. റിപ്പോർട്ട് ചെയ്യേണ്ട എടുത്തത് മുകളിൽ 3 കുത്തായിൽ തൊട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് യൂസർ വരും. അതിനകത്ത് ചൈൽഡ് അബ്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്താൽ വീഡിയോസ് വരും. ആ വീഡിയോസിലാണ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീണ്ടും കൊടുക്കുക. ഇതിനകത്തൊന്നും എഴുതണമെന്നൊന്നുമില്ല, റിപ്പോർട്ടിന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാവരും ഈ വീഡിയോസ് കാണുന്നവർ മാക്സിമം ചെയ്യുക. കാരണം എന്താ അറിയോ, എൻ്റെ പൊന്നുമക്കളെ, ഈ ചാനലിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതുകൊണ്ട് ഷെരീഫ് പറയുന്ന രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ആ ചാനൽ ഇല്ലാതാകും. ഓക്കെ, അതിനുശേഷം നമുക്ക് തെറി കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. നമ്മളൊക്കെ ഇന്ന് നിർത്തും നാളെ നിർത്തും എന്നൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ നിർത്തലേ ഇല്ല. ഇപ്പോൾ ഷെരീഫിൻ്റെ കുടുംബത്തിന് എന്തൊക്കെ പറഞ്ഞു, ഷെരീഫിൻ്റെ ഭാര്യ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ
ആ മക്കള് പറയും നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പ നഷ്ടപ്പെട്ടു എന്ന്. ഈ വാപ്പ നഷ്ടപ്പെട്ട കഥ നിങ്ങൾക്കൊന്ന് അറിയോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോവും. ഒരാണിനും ഈ ഗതി വരരുതേ എന്നുള്ളത് വിചാരിച്ചിട്ട്. അറിയോ നിങ്ങക്ക്? നമ്മുടെയൊക്കെ വീട്ടിൽ പെണ്ണുങ്ങളാരുണ്ട്, പെങ്ങളായിട്ടും ഉമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ. ഒരാണിനെ അനുസരിക്കാതെ, ഒരാണ് ഒരിക്കലും കാണാൻ പറ്റാത്ത കാര്യങ്ങള് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനം നൊന്തിട്ട് ജീവൻ ഒടുക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആണോ മാനവും ഉണ്ടോടി സാജിദ നിനക്ക്? അതായത് ഒരാണ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിരന്തരം ഒരു പക്ഷെ കണ്ടവന്മാർക്കൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ കണ്ടവന്മാരെ വീട്ടിൽ കയറ്റിക്കൊണ്ടാവും. എന്ത് പറയാനാണ്? പറഞ്ഞ് അവസാനം കേൾക്കാതെയായപ്പോൾ സ്വന്തം ജീവനെടുത്തു. അത് തന്നെ ആയിട്ടുണ്ടാവും അവിടെ സംഭവിച്ചത്. എന്തല്ലേ, എന്താണ് സാധ്യത? അതിനുശേഷം നോക്കൂ, ലൈവിൽ കിട്ടിയവന്മാർക്ക് തെറി വിളിച്ച് പൈസ ഉണ്ടാക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കും നിങ്ങൾക്ക്? നമ്മുടെ സഹോദരിമാരുണ്ടല്ലോ, കുറേ നല്ലവരായ സഹോദരിമാർ കമൻ്റ് ഇട്ട് പറയുകയാണ്, മോളെ സാധ്യത വേണ്ടടി ഇങ്ങനെയൊക്കെ പറയണ്ട, തെറി വിളിക്കണ്ടെന്ന് പറയുമ്പോൾ അവരോട് പറയുകയാണ്, നീ ആരാടി പുല്ലാടി മോളെ എന്നോട് ഇങ്ങനെ കമൻ്റ് ഇട്ട് പറയാൻ, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ജീവിക്കുമെന്ന് പറയുകയാണ്. നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ മോളെ സാധ്യത അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരൊക്കെ പുല്ലാടി മോളെ എന്തൊക്കെ തെറികളാണ് വിളിക്കുന്നത്. നാണവും മാനവും ഉണ്ടോ? നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് അടിക്കുക സാധ്യതയിലെ ചാനൽ പ്ലീസ്. ഓക്കെ, ഞാനും ഷെരീഫുമൊക്കെ ഇതൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു 10,000 ആൾക്കാരെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ചാനൽ ഇല്ലാതാകും. അതിനുശേഷം അവൾ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. എന്താ പറയാ, ഈ ക്രീം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ആദ്യം നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഇറങ്ങി ഒന്ന് നേരിട്ട് കാണാൻ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് ക്രീം വേണോ വേണ്ടേ എന്നുള്ളത്. അല്ലെങ്കിൽ ആരാ ഇത് വാങ്ങുന്നത് എനിക്കൊരു പിടുത്തമല്ല കേട്ടോ. ആര് വാങ്ങിയാലും ഇതിന്റെ പേരിൽ എന്ത് നിങ്ങളുടെ ഫേസിന് സംഭവിച്ചാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇതായിരിക്കും അവസ്ഥ. കുറച്ചൊക്കെ മനുഷ്യ മനസ്സറിയുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് വെച്ചെങ്കിൽ, അതിപ്പോ ഇനി എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നമുക്ക് പോയി അവരോട് ചോദിക്കാം. നിങ്ങൾ ചോദിക്കോ? നിങ്ങളുടെ മുഖം ഒന്നായി അങ്ങോട്ട് പോയി നിങ്ങൾ പോയി ചോദിക്കോ? ചോദിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കൂല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഇതൊക്കെ എവിടെ ഉണ്ടാക്കണേ, എങ്ങനെ ഉണ്ടാക്കണതാണെന്നുള്ളത് ഒരു പിടുത്തം ആർക്കും ഇല്ല. അത് എവിടുന്ന് വരണോ എവിടുന്ന് പോകണോ എന്നുള്ളത്. കേട്ടുള്ളൂ നിങ്ങൾ? അതായത് ക്രീം എന്ന് പറയുന്ന സാധനം ആരും യൂസ് ചെയ്യേണ്ട. അതിപ്പോൾ സാജിദൻ്റെ എന്നല്ല, ആര് വെക്കുന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യേണ്ട. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പണി കിട്ടും. പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഓക്കെ, സാജിദ ഒരു ദിവസം ലൈവിൽ പറയുകയാണ്, ഞാനൊരു മാസം യൂസ് ചെയ്തിട്ട് വെളുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്രീം റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാണ് സാജിദ പറഞ്ഞത്. അപ്പോൾ സാജിദയുടെ ഒരു ചോദ്യം, എൻ്റെ പൊന്നു സാജിദ, നിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാൻ തുടങ്ങിയത് ഒരു 3 വർഷമായി. ഓക്കെ, അപ്പോൾ നീ മുമ്പ് എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെയാണ് നിലവിലുള്ളത്. നീ ക്രീം തേച്ചിട്ട് എന്താ ഒരു ഇത്തിരിയെങ്കിലും വെളുക്കാത്തത്? അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, സാജിദ ആ ക്രീം യൂസ് ചെയ്തിട്ട് പോലുമില്ല, വെറുതെ നമ്മളോട് പറയുകയാണ് ഞാനൊരു മാസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നതെന്ന്. ആരും യൂസ് ചെയ്യേണ്ട. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 100 രൂപക്ക് വരുന്ന ഒരു ക്രീമിന് വിൽക്കുന്നത് 400 500-നാണ്. നിങ്ങൾക്ക് വേറെ പണിയുണ്ടോ? അതായത് ആ ഒക്കെ ക്രീം എടുക്കാൻ വേറെ പണിയില്ല നിങ്ങൾക്ക്. അതൊക്കെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ട്, അതിപ്പോൾ ഏത് ക്രീം ആയാലും എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരൊറ്റ കാര്യം പറയും. ഇപ്പോൾ ആ ക്രീം തേച്ച് വെളുത്തൂന്നേ വെക്കൂ. നിങ്ങൾ വെയിലത്ത് ഒരു 10 മിനിറ്റ് നടക്കൂ, എന്തൊക്കെ പണി കിട്ടും നിങ്ങൾക്ക്. ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ മുമ്പ് പഠിക്കുന്ന സമയത്ത് SLCയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്രീം യൂസ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്തിട്ട് മക്കളെ പിന്നീട് വെയിലത്ത് കളിക്കാൻ പോകുന്ന ഒരു 12 മണിയാകുന്ന സമയത്ത് ഞങ്ങൾ കളിക്കാൻ പോകും. ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ വീടൊക്കെ കറുത്ത് ഇത്ര വലിയ വലിയ പിമ്പിൾസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്താണ് ഇപ്പോൾ ഈ ഒരു നിലക്കെത്തിയത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, ക്രീം പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യേണ്ട. സാജിദയുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇല്ലാതാക്കുക, റിപ്പോർട്ട് അടിക്കുക. ഇന്ന് രാത്രി തന്നെ ആ ഒരു അക്കൗണ്ട് പോകണമെന്നാണ് ഞാനടക്കം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.